അധ്യാപക പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന ഓരോരുത്തരുടെയും മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു കടമ്പ എന്ന് പറയുന്നത്, ഞാൻ ഭാഗങ്ങളെല്ലാം പഠിച്ചു, സിലബസ് ഞാൻ പഠിച്ചു തീർത്തു, സിലബസിൽ ഓൾമോസ്റ്റ് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ധാരണയുണ്ടാക്കി, പക്ഷേ അത് ഒരു എക്സാം ഹാളിൽ എത്രത്തോളം ഫലപ്രദമായി എനിക്ക് വിനിയോഗിക്കാൻ സാധിക്കുന്നു, എത്രത്തോളം നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു, എത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു, ഇതാണ് നിങ്ങളെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കുന്ന, നിങ്ങളെ ഒരു മത്സര പരീക്ഷയിൽ വിജയിപ്പിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത്. LP UP അതിനുശേഷം HST എക്സാമുകളിലെല്ലാം ഏറ്റവും കൂടുതൽ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ ഫലപ്രദമായി എന്ന് പറഞ്ഞത് മോഡൽ എക്സാമുകളും അതുപോലെ പരീക്ഷ എഴുതിയിട്ടുള്ള പരിചയവും തന്നെയാണ്. അങ്ങനെ നമ്മുടെ ഉദ്യോഗാർത്ഥികളിൽ തന്നെ ഏറ്റവും കൂടുതൽ പേർ ആവശ്യപ്പെട്ട ഒരു കാര്യം കൂടിയായിരുന്നു ഒരു എക്സാം ഓൺലി ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ HST എക്സാം നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. മെയ് മാസത്തിൽ HST എക്സാം ആണ്. അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ഒരു എക്സാം ഓൺലി ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ വെൽക്കം ടു പ്രെപ് സ്കെയിൽ. HST എക്സാം ഓൺലി ബാച്ചിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. HST എക്സാം മെയ് മാസത്തിലാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയമായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ എക്സാം ഓൺലി ബാച്ചുകൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി, മാത്സ്, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ് തുടങ്ങിയ വിഷയങ്ങളിലാണ് നമ്മൾ എക്സാം ഓൺലി ബാച്ചുകൾ ഉള്ളത്. ഇതിൽ നിങ്ങൾക്കറിയാം, കെമിസ്ട്രി ഇപ്പോൾ വന്ന പരീക്ഷാ കലണ്ടറിൽ കെമിസ്ട്രിയുടെ കാര്യം പറയുന്നില്ല, അത് അടുത്ത ഘട്ടത്തിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ കുറച്ചുകൂടി സമയം കെമിസ്ട്രിയുടെ കേസിലുണ്ട്. അപ്പോൾ ബാക്കിയുള്ള സബ്ജക്റ്റുകളും നമ്മൾ അതോടൊപ്പം കെമിസ്ട്രിയും എല്ലാത്തിനും നമ്മുടെ എക്സാം ഓൺലി ബാച്ച് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എക്സാം ഓൺലി ബാച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, പരീക്ഷ എഴുതിയിട്ടുള്ള പരിചയം തന്നെയാണ് നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കുന്ന ഏറ്റവും സുപ്രധാന ഘടകം. ആ ഒരു സമയം കൊണ്ട്, ആ ഒരു 1.25 അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ അറിവ് നിങ്ങൾക്ക് എങ്ങനെ അവിടെ ഉപയോഗപ്പെടുത്താം, ആ ചോദ്യങ്ങളെ എങ്ങനെ നിങ്ങൾക്ക് വിശകലനം ചെയ്ത് നിങ്ങൾക്കത് കൃത്യമായ ആൻസറിലേക്ക് എത്താം, ഇത് തന്നെയാണ് നിർണ്ണയിക്കപ്പെടുന്നത്. അതിൽ വന്നെങ്കിൽ മാത്രമല്ലേ നമ്മുടെ അടുത്ത ഘട്ടത്തിലേക്ക്, ഇന്റർവ്യൂ പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോലും കാര്യങ്ങൾ കിടക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്, നമ്മുടെ സിലബസിനെ കൃത്യമായി ടൈം ടേബിൾ ബേസ് ചെയ്തിട്ട് ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുന്നു, ഒരു ടൈം ടേബിൾ തയ്യാറാക്കുന്നു. കൃത്യമായ ടൈം ടേബിളിലൂടെ ആയിരിക്കും നമ്മുടെ എക്സാമിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് ഈ പറയുന്ന ടൈം ടേബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഡെയിലി എക്സാമുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ തന്നെ ആലോചിക്കണം, നമ്മുടെ മുന്നിലുള്ള സമയം എന്ന് പറയുന്നത് ഏകദേശം 60 അല്ലെങ്കിൽ 65 to 70 ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം 1 അതിലധികമോ എക്സാമുകൾ ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ 2 അതിലധികമോ എക്സാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭാഗം അല്ലെങ്കിൽ ഈ സിലബസ് തീർക്കാൻ സാധിക്കൂ. അപ്പോൾ ഡെയിലി എക്സാമുകൾ ഉണ്ടായിരിക്കും. ആ എക്സാമിന് പുറമെ വീക്ക്ലി റിവിഷൻ എക്സാമുകളും ഉണ്ടായിരിക്കും. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളെ ആവർത്തിച്ച് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുന്നതിന് വീക്ക്ലി റിവിഷൻ എക്സാമുകൾ, അതോടൊപ്പം 15 ഫുൾ ലെങ്ത് മോഡൽ എക്സാമുകളും നിങ്ങൾക്ക് ലഭ്യമാണ്. 15 ഫുൾ ലെങ്ത് മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ ഒരു PSC മത്സര പരീക്ഷയ്ക്ക് ഉള്ള 100 ചോദ്യത്തിന്റെ മാതൃകയിലുള്ള 15 ഫുൾ ലെങ്ത് എക്സാം എന്ന് പറഞ്ഞാൽ 1500 ചോദ്യങ്ങൾ നിങ്ങൾ അവിടെ പരിചയപ്പെടുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം ഡെയിലി എക്സാമുകളും റിവിഷൻ എക്സാമുകളുമായി എത്രത്തോളം ചോദ്യങ്ങളുമായിട്ട് നിങ്ങൾ ബന്ധം വരും, നിങ്ങൾ പരിചയപ്പെടും, നിങ്ങൾക്കതറിയാം എന്നുള്ളത് ഓർക്കുക. PSCയുടെ മാറിയ എക്സാം പാറ്റേണിൻ്റെ, മാറിയ ക്വസ്റ്റ്യൻ പാറ്റേണിൻ്റെ രീതിയിലായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവാം, അതുപോലെ ബാക്കി രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഇങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ മത്സര പരീക്ഷയ്ക്ക് അവിടെ ചെന്നാൽ കാണുന്ന രീതിയിൽ തന്നെയാണ്. ഇങ്ങനെയുള്ള എക്സാമുകൾ എഴുതിയത് വളരെ ഫലപ്രദമായിരുന്നു എന്ന് നമ്മുടെ HST എക്സാം ബാച്ചിലുണ്ടായിരുന്ന കുട്ടികൾ ധാരാളം പേര് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഈ മോഡൽ എക്സാമിന് വളരെ പ്രാധാന്യമുണ്ട്. പിന്നെ ഇതുവരെ നടന്ന പ്രീവിയസ് എക്സാമുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓരോ മോഡൽ എക്സാമിന് ശേഷവും അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനം സ്വയം വിലയിരുത്താം. അതിനുശേഷം നമ്മുടെ ആപ്പിലായിരിക്കും എക്സാം. അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസും നമ്മുടെ ആപ്പിൽ ലഭ്യമാണ്. ഡീറ്റെയിൽഡ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം, നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങളിപ്പോൾ ഒരു എക്സാം അറ്റൻഡ് ചെയ്തു, ആ എക്സാമിന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നതിൽ കാണിക്കും. അതിൽ നിങ്ങളുടെ അക്യുറസി എത്രയാണ്, എത്ര ശതമാനം നിങ്ങൾ ശരിയാക്കി എന്ന് നിങ്ങൾ കാണും. അതിൽ എത്ര എണ്ണം നിങ്ങൾ ശരിയായി മാർക്ക് ചെയ്തു, എത്ര എണ്ണം തെറ്റായി മാർക്ക് ചെയ്തു, തെറ്റായി മാർക്ക് ചെയ്തപ്പോൾ എത്ര നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്കിൽ എത്ര കുറവ് സംഭവിച്ചു എന്നും കാണും. അതോടൊപ്പം ടൈം അനാലിസിസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നിങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മളൊരു എക്സാം എഴുതുന്ന ഏതൊരാൾക്കും പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെറ്റതാണ്, തെറ്റെന്നല്ല, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതാണ്.
നമുക്ക് ആ സമയം മാനേജ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ നിങ്ങൾ ഒരു ആൻസറിന് അല്ലെങ്കിൽ ഈ എക്സാമിന് നിങ്ങൾ എത്ര സമയം കൊണ്ടാണ് നിങ്ങൾ ഈ എക്സാം കംപ്ലീറ്റ് ചെയ്തത്, അതിന് എത്ര സമയമെടുത്തു, ശരി ഉത്തരങ്ങൾ നിങ്ങൾ എത്ര സമയം കൊണ്ട് ശരിയാക്കി എഴുതി, തെറ്റുത്തരങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര സമയം സ്പെൻഡ് ചെയ്തു, ഇങ്ങനെയുള്ള ഡീറ്റെയിൽഡ് അനാലിസിസ് നിങ്ങൾക്ക് കാണും. അതുപോലെ തന്നെ ആ ഒരു സ്കോർ അനാലിസിസും നിങ്ങൾക്ക് കാണാം. എത്ര കറക്റ്റ് വന്നു, എത്ര ഇൻകറക്റ്റ് വന്നു, അതുപോലെ നിങ്ങളുടെ മാർക്കിൻ്റെ സ്ഥാനം എവിടെയാണ് എന്നുള്ള കാര്യങ്ങളും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും കാണാം. നിങ്ങളുടെ ആക്യുറസി കാണാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു എക്സാം എഴുതി, ആ എക്സാം എഴുതുമ്പോൾ നിങ്ങളുടെ സ്ഥാനം എവിടെയാണ്, ഒരു ഏറ്റവും ടോപ്പർ ആയിട്ടുള്ള ഒരാൾ എഴുതിയതും നിങ്ങളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനം, നിങ്ങളുടെ ആക്യുറസി, നിങ്ങളുടെ സ്ഥിരത, ഇതൊക്കെ നിങ്ങൾക്ക് സ്വയം വിലയിരുത്താൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളൊരു OMR ഷീറ്റിൽ അല്ലെങ്കിൽ ഒരു അവിടെ പോയിട്ട് നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്കുള്ള ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇങ്ങനെ എത്രത്തോളം എക്സാം എഴുതിയുള്ള പരിചയം, എത്രത്തോളം സമയം മാനേജ് ചെയ്തിട്ടുള്ള പരിചയം നിങ്ങളെ ആ ഒരു എക്സാം ഹാളിൽ വളരെ സ്വാധീനിക്കും, വളരെ സഹായിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഓരോ എക്സാമിന് ശേഷവും ഞാൻ പറഞ്ഞു, മോഡൽ എക്സാമിന് ശേഷം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു. ആ റാങ്ക് ലിസ്റ്റിൽ ചിലപ്പോൾ ഒന്നാമത്തെ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങളുടെ റാങ്ക് എന്ന് പറയുന്നത് ഒരു 150 ആയിരിക്കാം നിങ്ങളുടെ റാങ്ക്. അത് ഒരു 8ാമത്തേതിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ റാങ്ക് ഒരു 50ലേക്ക് എത്തുന്നു. പിന്നെ അതിനുശേഷം 15ഒക്കെ എത്തുമ്പോഴേക്കും നിങ്ങളുടെ റാങ്ക് 10ലേക്ക് എത്തുന്നു അല്ലെങ്കിൽ 8ലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ സ്വയം വിലയിരുത്താനുള്ളൊരു അവസരം കൂടിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയെല്ലാമാണ് നമ്മുടെ എക്സാം ബാച്ചിലുള്ള സവിശേഷതകൾ. അപ്പോൾ എക്സാം ബാച്ചിൽ നിങ്ങൾ എക്സാം എഴുതുക മാത്രമല്ല, നിങ്ങളുടെ ആ ഒരു എക്സാമിനെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനും കൂടി സാധിക്കും. അപ്പോൾ ഇത്രയും പ്രത്യേകതകളുള്ള, ഇത്രയും അവസരങ്ങളുള്ള, ഇത്രയും ഓപ്ഷൻസ് ഉള്ള നമ്മുടെ എക്സാം ഓൺലി ബാച്ച് 9/3/2026 തിങ്കളാഴ്ചയാണ് നമ്മുടെ എക്സാം ഓൺലി ബാച്ച് ആരംഭിക്കുന്നത്. ഈ എക്സാം ഓൺലി ബാച്ചിൻ്റെ ഇപ്പോഴത്തെ സ്പെഷ്യൽ ഓഫറാണ്. ആദ്യം ജോയിൻ ചെയ്യുന്ന 50 പേർക്ക് 999 രൂപയ്ക്കാണ് നമ്മൾ ഈ എക്സാം ഓൺലി ബാച്ച് നൽകുന്നത്. ഇത് ആദ്യം ജോയിൻ ചെയ്യുന്ന 50 പേർക്കാണ് ഈ ഒരു റേറ്റ്. അതിനുശേഷം 1499 നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആദ്യം ജോയിൻ ചെയ്യുന്ന ഒരു 50 പേർക്ക് മാത്രമുള്ള ഒരു എക്സ്ക്ലൂസീവ് ഓഫറാണ് എന്നുകൂടി ആലോചിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാം ഓൺലി HSST എക്സാം ഓൺലി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഈ ബാച്ചിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് എത്തും. അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. നമ്മുടെ HSST എക്സാം ഓൺലി ബാച്ച് അപ്പോൾ തുടങ്ങുന്ന ഡേറ്റ് ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, 9/3/2026. ഇത്രയും സവിശേഷതകളുണ്ട്. മാർക്ക് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം. ഓൾ കേരള റാങ്ക് ലിസ്റ്റ്, 15 മോഡൽ എക്സാം ഫുൾ ലെങ്ത് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സുമുള്ള നമ്മുടെ ബാച്ചാണ് ആരംഭിക്കുന്നത്. നമ്മൾ പറഞ്ഞു, ഈ സബ്ജക്റ്റുകൾക്കാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്, ബാച്ച് ആരംഭിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.